ഹായ് ഹലോ വെൽക്കം ടു ബദ്രി ബ്ലോഗ്. ബദ്രി ബ്ലോഗിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ഒരു വിശിഷ്ട അതിഥിയെ പരിചയപ്പെടുത്താനാണ്. മറ്റാരുമല്ല, ചട്ടമ്പിപ്പാറു എന്ന സീരിയലിൽ എൻ്റെ കൂടെ അഭിനയിക്കുന്ന രഞ്ജിത്ത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ ഒരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും അദ്ദേഹത്തെ നേരിട്ട് കാണാം. അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അദ്ദേഹത്തിന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ഹായ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രഞ്ജിത്ത് എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെ അറിയായിരിക്കും. ഒരു പരിചയസമ്പന്നനായിട്ടുള്ള വലിയൊരു ബിസിനസ്മാനാണ്. അപ്പോൾ അവർ നടനെ ഉപേക്ഷിച്ച് ഏറ്റവും നല്ലൊരു ബിസിനസ്സുകാരനെ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ചെയ്ത ബിസിനസ്സുകൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി, മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചറിയാം. രഞ്ജിത്ത് ഭായ്, എന്നെത്തി? ഞാൻ ഇന്ന് രാവിലെയാണ് പോയിട്ട് വീണ്ടും വന്നതാണ് ഇന്ന്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിലാണ്, ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്. അദ്ദേഹത്തിൻ്റെ ശരിയായ സ്വദേശം എന്ന് പറയുന്നത് എറണാകുളമാണ്. എറണാകുളം എവിടെയാണ്? എറണാകുളത്ത് പലരുട്ടാണ് എൻ്റെ തറവാട് വന്നിട്ട്. ഇപ്പം ഞാൻ താമസിക്കുന്നത് എടപ്പള്ളിയിൽ. എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ? ബിസിനസ് ഇപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ നല്ല രീതിയിൽ പോകണം. എന്തൊക്കെയാണ് ബിസിനസ് എന്ന് പറയൂ, എന്നാലും മനസ്സിലാവുള്ളൂ. ബിസിനസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ഇൻറ്റീരിയർ ഡിസൈനറാണ്. ഒരു 16 വർഷമായിട്ട് നമുക്ക് കമ്പനിയുണ്ട്. DR ഇൻറ്റീരിയേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര്. നമ്മുടെ എറണാകുളത്തെ ഹോളിഡേ ഇൻ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ സീരിയലിൻ്റെ പരിപാടിയുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു രുദ്രാക്ഷം, അങ്ങനത്തെ ഒരു രുദ്രാക്ഷം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സംഭവമുണ്ട്. അത് നമ്മൾ ഒരു ബിസിനസ്സായിട്ട് ചെയ്തതല്ല. ആക്ച്വലി എനിക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച് അങ്ങനെ അതിലേക്കായി വന്നതാണ്. രുദ്രാക്ഷ എന്നാണ് അതിൻ്റെ പേര് വന്നിട്ട്. അതിൽ രുദ്രാക്ഷവും കരിങ്കാലിമാലയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഷോപ്പായിട്ടാണോ അതോ ഓൺലൈൻ? ഷോപ്പില്ല, അതെൻ്റെ വീട്ടിൽ തന്നെയാണ്. പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങൾ എൻ്റെ ഓഫീസിൽ തന്നെ, ഇതിൻ്റെ ഹോളിഡേൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞില്ലേ, ഇൻറ്റീരിയറിൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി വീട്ടിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഓഫീസിൽ കൊണ്ട് വെച്ചത്. ഈ രുദ്രാക്ഷം എന്ന് പറയുമ്പോൾ തന്നെ, രുദ്രാക്ഷം തന്നെ പല ടൈപ്പ് ഉണ്ട്. ചിലവർക്ക് സംശയം ഇത് ഒറിജിനൽ ആണോ അല്ലയോ, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാൻ ആക്ച്വലി എൻ്റെ ഇത് ഇൻസ്റ്റയിൽ തന്നെ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയല്ല ചെയ്തത്. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ഈ രുദ്രാക്ഷം എങ്ങനെ തിരിച്ചറിയാം എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എങ്ങനെയാണ് ആ രുദ്രാക്ഷം ഒറിജിനലാണോ എന്ന് അറിയുന്നത്. കാരണം വെള്ളത്തിലിട്ടാൽ താന്നു പോകും ഒറിജിനൽ രുദ്രാക്ഷം, മറ്റേത് പൊങ്ങിക്കിടക്കും. കുറേ ഉണ്ട്. അതുപോലെ നിലത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൗൺസ് ചെയ്യും, പൊട്ടില്ല. അപ്പോൾ പിന്നെ ചില പൊള്ളയായിട്ടുള്ള രുദ്രാക്ഷങ്ങളുണ്ട്. അത് വെള്ളത്തിലിട്ട രുദ്രാക്ഷമാണെങ്കിലും പൊങ്ങിക്കിടക്കും. അത് മൂത്ത് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ ഓവറായിട്ട് വെയിൽ കൊണ്ട് ഇങ്ങനെ മൂത്ത് പൊള്ളച്ചു പോണ കാലൊക്കെ ഉണ്ട്. അതൊക്കെ പൊങ്ങിക്കിടക്കും. എത്ര ടൈപ്പ് രുദ്രാക്ഷം മാലകളുണ്ട്? രുദ്രാക്ഷ മാലകൾ ഇഷ്ടംമാതിരി ഉണ്ട്. രുദ്രാക്ഷം എന്ന് പറയുന്നത് ആക്ച്വലി 38 തരം രുദ്രാക്ഷങ്ങളാണ് ഉള്ളത്. അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 21 മുഖി വരെ നമുക്ക് കിട്ടും. അത് 21 മുഖി എന്നൊക്കെ പറയുമ്പോൾ ഒരു 8 lakhs മേലിലേക്ക് പോകും. കരിങ്കാലിമാല എന്നൊക്കെ പറയുന്നത്, കരിങ്കാലിമാല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതൊരു കരിമരം എന്ന് പറയും, എബണി വുഡാണ് ഈ പറയുന്ന സാധനം, കരിമരം എന്ന് പറയുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ ഈ പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് പുരാണങ്ങളിലൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ വേൽമുരുകൻ്റെ വേല് ഉള്ളത് ഈ പറയുന്ന എബണി വുഡാണ്, കരിമരമാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ എനർജി, നമ്മുടെ ഈ ബാഡ് എനർജീസിനൊക്കെ വലിച്ചെടുക്കുന്നു പറയും. ഈ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ദൃഷ്ടിദോഷം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ മാറുന്നതാണ് ഈ വുഡിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ ഈ മരത്തിൻ്റെ ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊവ്വാദോഷമുള്ളവർ ഇത് ഇട്ട് കഴിഞ്ഞാൽ മാറുന്നൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്, ഞാനായിട്ട് പറയുന്നതല്ല. അപ്പോൾ അറിയാലോ, ചൊവ്വാദോഷമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ സമീപിക്കാം. ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റ ID നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറ്റുന്ന മാല അദ്ദേഹം തരുന്നതായിരിക്കും. അതങ്ങനെയല്ല, ഒരു ബിസിനസ് ആയി പോകുന്ന ബിസിനസ് ആയിട്ട് പറഞ്ഞല്ല, ഞാൻ അറിയാവുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മള് ഇത് ഈ സംഭവം, കാരണം നമുക്ക് വേറെ ബിസിനസ്സുകളുണ്ട്, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇഷ്ടമാണ്. ഞാൻ പണ്ട് മുതൽ ഒരു ശിവഭക്തനായതുകൊണ്ടും അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ രുദ്രാക്ഷമാണ് സെയിൽ ചെയ്തിരുന്നതും പിടിച്ചതല്ല. അത് കഴിഞ്ഞിട്ട് ഈ ഇതിനെക്കുറിച്ച് ആൾക്കാർ ചോദിച്ചപ്പോൾ ധനുഷ്, അതുപോലെ ശിവകാർത്തികേയൻ, അങ്ങനെ കുറേ പേര് ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. എന്താണ് എബണി വുഡ്, അതെങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് അതിൻ്റെ ഉത്ഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു കൊടുത്തത് പോയതാണ്. രഞ്ജിത്തിനൊരു കാര്യം അറിയാമോ, ഞാനും ഇട്ടിട്ടുണ്ട്. ശരി, നമുക്ക് എൻ്റെ ആക്ച്വലി ഇപ്പൊ ഈ കിടക്കുന്നത് എൻ്റെ നാള് പ്രകാരം ഉള്ളതാണ്. ഇതില് ഇപ്പൊ ഈ പറയുന്നുണ്ടോ, ഓരോ നാളുകൾക്ക് ഓരോ രുദ്രാക്ഷം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ നാള് പ്രകാരം ഉള്ളതില് എനിക്ക് 1 മുഖം, 11 മുഖം, 12 മുഖം എൻ്റെ ഉത്തരമാണ്. ഉത്തരത്തിന് മാത്രമാണ് ഈ നാളുകളിൽ, ഉത്രം നാളിനും കാർത്തിക, ഉത്രം, ഉത്രാടം, ഈ 3 എണ്ണത്തിന് മാത്രമാണ് 3 ടൈപ്പ് രുദ്രാക്ഷം ഇടാൻ പറ്റും. ഇതൊരു പുതിയ അറിവാട്ടോ. കാരണം നാളുകൾക്ക് അനുസരിച്ച് ഇതിന് മാറ്റം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് പുതിയ അറിവാണ്. ഓരോ നാളുകൾക്ക് ഓരോ രുദ്രാക്ഷം ഇടാം. അപ്പൊ അവർക്ക് ആ രുദ്രാക്ഷം ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ
നമ്മളെപ്പോഴും പറയില്ല, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഭഗവാന്റെ ഒരു അനുഗ്രഹം, ഒരു കവചം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വരും എന്ന് പറയും. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത് എന്തിനു വേണ്ടി നമുക്കൊരു കോൺഫിഡൻസും കൂടി ഉണ്ടാക്കാനല്ല. ഇപ്പം ഇതിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ്, അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭക്തിയും വിശ്വാസമാണ്. ഇതിപ്പോൾ നമുക്ക് ഭക്തി ഇല്ലാത്ത ഒരാൾ എന്തെങ്കിലും കൊണ്ടേ കൊടുത്തിട്ട് നീ ഇതിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല. അതേസമയം നമ്മളിത് ഇട്ടാൽ നമുക്ക് ഗുണമുണ്ട് എന്ന് നമ്മൾ തന്നെ അടിയുറച്ച് വിശ്വസിക്കുമെങ്കിൽ 100% അതിന് ഗുണമുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ യൂട്യൂബിൽ പറയുന്നത് കേട്ടിട്ടോ, ഞാൻ പറയുന്നത് കേട്ടിട്ടോ, എന്തെങ്കിലും എഴുതി വെച്ചത് കണ്ടിട്ടോ അല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, നിങ്ങളത് ധരിച്ചു, നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുമെന്ന് പറയും. അങ്ങനെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാറ്. രഞ്ജിത്ത്, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, രഞ്ജിത്തിന് ശരിക്കും ഈ ഇൻറ്റീരിയർ ബിസിനസ്സാണോ അതോ ഒരു ആത്മീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളോടാണോ അതോ കലയോടാണോ, ശരിക്കും ഏതിനോടാണ് കൂടുതൽ താല്പര്യം? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മെയിനായിട്ട് ഞാൻ ആർട്ടിസ്റ്റ്, ഞാൻ തൃപ്പൂണിത്തുറ RLV നിന്ന് ഡിപ്ലോമ കഴിഞ്ഞ് ഫൈൻ ആർട്സ് എടുത്താണ്. വരയ്ക്കും, നന്നായി വരയ്ക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് ഷർട്ടിലൊക്കെ ഞാൻ എല്ലാത്തിനും ക്യാൻവാസിലൊക്കെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെറുതെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ്, എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ഈ കോവിഡിൻ്റെ സമയത്താണ് വീണ്ടും ഞാൻ ഡ്രോയിങ് പൊടി തട്ടിയെടുത്തത്. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്ന് വരച്ച് പിന്നെ ഷർട്ടിലൊക്കെ വരച്ച് അതങ്ങനെ കുറച്ച് പോയി. ഇപ്പം സത്യം പറഞ്ഞാൽ അതിനൊന്നും സമയം കിട്ടുന്നില്ല, കുറച്ച് ഹറിവറിയായി. അപ്പോൾ എനിക്കിഷ്ടം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം തന്നെയാണ്. പിന്നെ ആത്മീയത എന്ന് പറയുന്നത് പണ്ട് മുതലേ എൻ്റെ തറവാട്ടിൽ നമ്മൾ ഈ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയേക്കുന്നതുകൊണ്ട് എനിക്കതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ ദുബായി പോയ സമയത്തും ഞാൻ ഓടി നാട്ടിലേക്ക് വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് ഈ അമ്പലവും പരിസരവും ഒന്നും വിട്ടു പോകാൻ പറ്റില്ല. അവിടെ എത്രയൊക്കെ ഫെസിലിറ്റി നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതിലേക്ക് ബന്ധപ്പെട്ട് പോകുന്ന, അപ്പം അതുകൊണ്ട് ഞാൻ ഓടി ഇങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സീരിയലിലേക്ക് വന്നപ്പോൾ അതും നമുക്ക് അഭിനയം ഇഷ്ടമായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച ഒരു സമയത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിലും പക്ഷെ വൈകിട്ടാണെങ്കിൽ അത് കിട്ടി, അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യണം. ഇപ്പം ഇത്ര കാലത്തിനിടയിൽ എത്ര സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്? സീരിയൽ ഓർ സിനിമ, ആഡ് ഫിലിം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 7-8 സീരിയലുകളെ അഭിനയിച്ചിട്ടുള്ളൂ. ഞാനൊരു 6 വർഷമായിട്ടുള്ളൂ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്. 2 ഫിലിമും ഒരു 7 സീരിയലും അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പം നിലവിൽ എത്ര സീരിയൽ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ചട്ടമ്പിപ്പാറും പിന്നെ ഇതും എന്താണ് സൂപ്പർ കൺമണിയും, 2 സീരിയലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഫാമിലി എന്ന് പറയാൻ വേണ്ടി വൈഫ്, ഒരു മോള്, ആദ്യ, പുള്ളിക്കാരി ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എറണാകുളത്താണ് വൈഫിൻ്റെ വീട്. ഇവിടെ നെടുങ്കുന്ന് എന്ന് പറയും, കറിവച്ചാൽ നെടുങ്കുന്ന്, കോട്ടയം ഭാഗത്ത്. എന്തായാലും നമ്മൾ ഈ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ചോദിക്കാൻ പാടില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും ഈ അഭിനയ രംഗത്ത് വന്നതിന് ശേഷം ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഒരു 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 നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ജീവിതത്തിലായിട്ട് ആരാ എന്താണെന്ന് പറയണ്ട, ഞാൻ ജസ്റ്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആക്ച്വലി എല്ലാ ഫീൽഡിലും നെഗറ്റിവിറ്റി ഇല്ലാത്തൊരു ഫീൽഡ് ഇല്ല. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുമെങ്കിൽ ഞാൻ അതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. എന്ത് ആൾക്കാർ എന്ത് കാണിച്ചാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കൊന്നും പറ്റില്ല. നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് നോക്കിയാൽ മതി, അതേലും ഞാൻ പോകണല്ലോ. അല്ലാണ്ട് പുറത്ത് ആൾക്കാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ അതിനെ ഒട്ടും കെയർ ചെയ്യാത്ത ഒരാളാണ്. പിന്നെ ഈ പറയുന്ന ഗോസിപ്സ് കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഈ ഫീൽഡിൽ ഉള്ളതാണ്. അത് നമ്മളങ്ങനെ മൈൻഡ് ചെയ്യും. കാരണം പറ്റാവുന്ന അടുത്തൊക്കെ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നില്ല സീരിയൽ ഫീൽഡിൽ അങ്ങനെ വലിയൊരു മോശം അഭിപ്രായമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ സീരിയലിൽ പോകുന്നു, എൻ്റെ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ബുക്സ് വായിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോവുക. പിന്നെ ഈ പറയുന്ന പോലെ പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അത് ഇപ്പം അടുത്ത കേൾക്കണ്ടായി രഞ്ജിത്ത് ഒരു പ്രൊഡക്ഷനും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കണ്ടായി, ശരിയാണോ? എന്താണത്? അത് ശരിയാണ്. ആക്ച്വലി എൻ്റെ ഒപ്പം ഞാനും മീനാക്ഷി കല്യാണം എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്, രാക്കുയിലാണ്. അപ്പോൾ എൻ്റെ പേരായിട്ടുണ്ടായിരുന്ന കുട്ടിയുണ്ട്, അപ്സര എന്ന് പറയും. പുള്ളിക്കാരി റൈറ്ററാണ്, പിന്നെ പ്രൊഡ്യൂസറുമാണ്. അപ്പോൾ ചെന്നൈയിൽ ഇവരുടെ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അന്ന് ആ പ്രൊജക്റ്റിന് വേണ്ടി എന്നോട് ഇങ്ങനെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരിക്ക് അന്ന് അവിടെ രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്നോട് അവിടെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാനത് ഓക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ചെന്നൈയിൽ വെച്ചിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ ആർക്കും അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ പുതിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അപ്പം അതിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മളത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ സീരിയലാണ്. അപ്പോൾ അറിയാലോ, രഞ്ജിത്ത് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടിയാണ്, ആക്ടർ മാത്രമല്ല. അതുമാത്രമല്ല, ഒരു നല്ലൊരു ആർട്ടിസ്റ്റും കൂടിയാണ്, നന്നായിട്ട് വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. അതുമാത്രമല്ല, ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ജ്യോതിഷപരമായ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന ഒരു സർവകലാ വല്ലഭനാണ് നമ്മൾ ഈ കാണുന്നത്. നിസ്സാരക്കാരനൊന്നല്ല, വമ്പൻ പുലിയാണ് കേട്ടോ. ഇല്ല, ജ്യോതിഷം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ പേര് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇത് എന്റെ കുട്ടി ജനിച്ചു അതിന് പേരിടാനുള്ള, അങ്ങനെ ഞാൻ പറഞ്ഞു എന്നോട് അങ്ങനെ ചോദിക്കല്ലേ. കാരണം എന്താന്ന് വെച്ചാൽ
അല്ല, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതിന്? ഇല്ല, അതും നമ്മൾ പഠിച്ചെത്താത്തൊരു ഫീൽഡ്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ പഠിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുദ്രാക്ഷത്തിനെ കുറിച്ച് മാത്രമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മാത്രമാണെങ്കിൽ അതിൽ നമുക്ക് പുലിയാവാൻ പറ്റും. നമ്മളെല്ലാം കൂടി കയറ്റി വരും. കാരണം ഈ ശാസ്ത്രം, നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല, അത്രയുണ്ട്. അപ്പം നമ്മൾ എങ്ങും പഠിച്ചെത്തില്ല. നമ്മളത് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. അങ്ങോട്ട് നമ്മൾ എത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ജ്യോത്സ്യത്തിലൊന്നും ഞാൻ 100% വിശ്വസിക്കാത്തൊരു മനുഷ്യനാണ്. കാരണം ഞാൻ നല്ലൊരു ഈശ്വരവിശ്വാസിയാണ്. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളെല്ലാവരും ഈശ്വരവിശ്വാസി ആവുക, പക്ഷെ അന്ധവിശ്വാസി ആവരുതെന്ന് പറയും. ഈ വിശ്വാസം അന്ധമാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം എല്ലാം തുടർന്നതും പിടിക്കുന്നതെല്ലാം ഇപ്പോൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞ് ഇത്ര ലക്ഷം രൂപയുടെ പൂജ ചെയ്താൽ അത് ശരിയാവും. ഞാൻ അങ്ങനെ ഒന്നും വിശ്വസിക്കാറില്ല. ഇപ്പം അമ്പലത്തിൽ പോയാൽ പോലും ഞാൻ എന്താ പറയുക, ഭണ്ഡാരത്തിൽ ഞാൻ പൈസ ഇടാറുണ്ട്. കാരണം അമ്പലത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഓഫ് കോഴ്സ് നമുക്ക് അവിടെ പൈസ വേണം. അത് കൂടാണ്ട് ഞാൻ എപ്പോഴും അന്നദാനത്തിന് കൊടുക്കുക. അന്നദാന സംഭാവനയാണ് ഞാൻ ഏത് അമ്പലത്തിൽ ചെന്നാലും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ എന്താ പറയുക, നമുക്കിഷ്ടമുള്ള ഫീൽഡ് മര്യാദയ്ക്ക് പഠിച്ചെടുക്കുക. അതല്ലാണ്ട് ഞാൻ ഈ ജ്യോത്സ്യവും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങോട്ടൊന്നും ഞാൻ എത്താൻ ആഗ്രഹിച്ചിട്ടില്ല. വൈഫൊക്കെ സപ്പോർട്ടാണോ ബിസിനസ്സിലൊക്കെ? തീർച്ചയായിട്ടും 100% അവർ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ഇവിടെ വന്നാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ആയാലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും എന്താ പറയുക, അക്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ജ്യോതി തന്നെയാണ്, വൈഫ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ രുദ്രാക്ഷത്തിന് എന്താണെങ്കിലും നമ്മൾ ഓർഡർ എടുക്കുന്നതെന്നല്ലാണ്ട് ഇതെല്ലാം എഴുതി കുത്തി സാധനം പാക്ക് ചെയ്തുകൊണ്ടേ ഇപ്പം മനസ്സിലായില്ലേ, ഇദ്ദേഹത്തിന്റെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വൈഫാണ്. വൈഫിന്റെ പേര് തീർച്ചയായിട്ടും ജ്യോതി. അപ്പം ജ്യോതിയുടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലിയതാണ്. അത് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാനായിട്ട് അല്ലേ? തീർച്ചയായിട്ടും. അല്ല, അത് ഒരു ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ ഇവിടെ വരുമ്പോഴും, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സീരിയലിൽ വന്ന് അഭിനയിക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് കിട്ടില്ല. അപ്പോൾ എനിക്കത് പണ്ട് മുതലേ എനിക്ക് ആ ഒരു സപ്പോർട്ടുണ്ട്. ഇപ്പോൾ മോളായാലും വൈഫായാലും ആരാണെങ്കിലും എനിക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വീട്ടിൽ എൻ്റെ ചേച്ചിമാരാണെങ്കിലും ഒക്കെ അതെ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ 2 ചേച്ചിമാരാണ് എനിക്കുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും എനിക്ക് ഇതുപോലെ തന്നെയാണ്, നല്ല സപ്പോർട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ടൈം ഇദ്ദേഹം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. എന്താണ് പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഒരു ഇത് കൊടുക്കാൻ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്നൊന്നും. പക്ഷേ ഞാൻ പറയുന്ന എൻ്റെ രീതിയിൽ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളെല്ലാവരും നല്ല വിശ്വാസികളാവുക, അന്ധവിശ്വാസികളാവാണ്ടിരിക്കുക, അത്രയും മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ വിശ്വാസം ഉള്ളവരായി മാറാം, പക്ഷേ അന്ധവിശ്വാസം പാടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല, കാരണം അദ്ദേഹം ഷൂട്ടിംഗ് തിരക്കുകളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ വീണ്ടും അടുത്ത ഒരു പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.